ഹായ് എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? എന്താണ് വെബ് ടെക്നോളജീസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിനെയാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് ടെക്നോളജീസ് എന്ന് പറയുന്നത് എന്നാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് വെബ് ടെക്നോളജീസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസിനെ അല്ലെ ടെക്നിക്സിനെയൊക്കെയാണ് ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞു. എന്ത് വെബ് ടെക്നോളജീസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഇനി ഫ്രണ്ട് എൻഡ് ടെക്നോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, അതേപോലെ തന്നെ ഫ്രെയിം വർക്കുകളായിട്ടുള്ള റിയാക്ട്, ആംഗുലർ, ഇവയൊക്കെയാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് ടെക്നോളജീസിൽ പറയുന്നത്. HTML വരുന്നുണ്ട്, CSS വരുന്നുണ്ട്, അതേപോലെ ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്, ഫ്രെയിം വർക്കുകളായിട്ട് നമുക്ക് ഒരുപാട് ഫ്രെയിം വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് HTML എന്ന് പറയുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇനി ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? HTML ഈസ് എ ഫൗണ്ടേഷൻ ഓഫ് വെബ് പേജസ്. HTML എന്ന് പറയുന്നത് ഒരു വെബ് പേജിൻ്റെ ഫൗണ്ടേഷൻ ആണെന്നാണ് പറയുന്നത്. ഇറ്റ് സ്ട്രക്ചർ ദി കണ്ടന്റ് ലൈക്ക് ഹെഡിങ്, പാരഗ്രാഫ് ആൻഡ് ലിങ്ക്. നമുക്കറിയാം, നമ്മളൊരു വെബ്സൈറ്റിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കതിലുണ്ടാവും എന്തുണ്ടാവും? ഒരുപാട് ഹെഡിങ്ങുകൾ ഉണ്ടാവും, പാരഗ്രാഫ് ഉണ്ടാവും, ഇമേജസ് ഉണ്ടാവും, ലിങ്കുകൾ ഉണ്ടാവും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വെബ് പേജസ് എന്ന് പറയുന്നത്. ആ ഒരു വെബ് പേജിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്ത് കാണാം? കണ്ടൻസും ഇമേജസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ കണ്ടൻറ്റിനെയും ഇമേജസിനെയും ഹെഡിങ്ങുകളെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. ഇവയൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, HTML എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ്? ഒരു സ്ട്രക്ചർ കൊണ്ടുവരാം. നമ്മുടെ വെബ് പേജിന് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് എന്ത് ചെയ്യുന്നത്? HTML എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കേസ് CSS എന്ന് പറഞ്ഞു. എന്താണ് ഇനി CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? HTML യൂസ് ചെയ്ത് നമ്മളൊരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്കൊരു വെബ്സൈറ്റിലേക്ക് ഒരു ഹെഡിങ് വേണം. അത് നമ്മൾ എന്ത് ചെയ്തു? HTML യൂസ് ചെയ്ത് നമ്മളൊരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്തു. ഇനി ആ ഹെഡിങ്ങിന് വേണ്ട ആവശ്യമായിട്ടുള്ള സ്റ്റൈല് കാര്യങ്ങൾ കൊണ്ടുതന്നെ അതിനെ സ്റ്റൈല് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CSS എന്ന് പറയുന്നത്, കാസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റ്. ഓക്കെ, നമ്മൾ HTML യൂസ് ചെയ്ത് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തു? ഒരു ടാഗ് ക്രിയേറ്റ് ഒരു ഹെഡിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ ഹെഡിങ്ങിന് നമുക്ക് വേണ്ട രീതിയിൽ കളർ കൊടുക്കാനും, ഫോണ്ട് സൈസ് കൂട്ടാനും, ഫോണ്ട് ഫാമിലീസ് എന്താ പറയുക, അതിന് സ്റ്റൈൽ ചെയ്യിപ്പിക്കാനും, ഫോണ്ടിൻ്റെ സ്റ്റൈലുകൾ ചേഞ്ചസ് വരുത്താനൊക്കെ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? CSS നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ HTML ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ, അതിനെ ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? CSS യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. CSS ഈസ് യൂസ്ഡ് ടു സ്റ്റൈൽ ദി HTML എലമെൻറ്റ്. HTML നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ എലമെൻസിനെയൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു, ഹെഡിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല, ഹെഡിങ്, ഇമേജസ് ഒക്കെ, ഇവയെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഡിഫൈൻ ഹൗ തിങ് ലൈക്ക് കളേഴ്സ്, ഫോം, ലേഔട്ട്. അതന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലേഔട്ടിൽ ചേഞ്ചസ് വരുത്തുക, അതേപോലെ തന്നെ കളേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, കളേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? CSS യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് ആണ് ഫ്രണ്ട് എൻഡ് ടെക്നോളജീസിൽ വരുന്ന ഒന്നാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തു? HTML യൂസ് ചെയ്തിട്ട് ഒരു എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഹെഡിങ് എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്തു? CSS യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ആവശ്യം എന്താണ്? നമ്മുടെ ഫ്രണ്ട് എൻഡിൽ നമുക്ക് എന്തിനാണ് നമ്മൾ ഈ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ വെബ്സൈറ്റിനെ കുറച്ചുകൂടെ ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റ് കാണുന്നുണ്ട്, ആ ഒരു വെബ്സൈറ്റിന് കുറച്ച് ആക്ഷൻസ് കാര്യങ്ങൾ കൊണ്ടുവരാൻ, എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഹാപ്പൻ ചെയ്യുക, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബോക്സ് ഓപ്പൺ ആയി വരിക, അങ്ങനെ എന്തെങ്കിലും ആക്ഷൻസ് അല്ലെങ്കിൽ ഇവൻറ്റ്സ് നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആരെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അങ്ങനെ ചെയ്യുന്ന ടൈമിൽ എന്താവും? നമ്മുടെ വെബ്സൈറ്റ് കുറച്ചുകൂടെ ഇൻട്രാക്റ്റീവ് ആയിരിക്കും. HTML കൊടുക്കുമ്പോൾ ജസ്റ്റ് സ്ട്രക്ചർ ആവും. CSS യൂസ് ചെയ്യുമ്പോൾ അതിനെ കുറച്ചുകൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതിലേക്ക് കുറച്ച് ആക്ഷൻസും കൂടെ നമ്മൾ പുട്ട് ചെയ്യുമ്പോഴോ അത് കുറച്ചും കൂടെ എന്താവും? ഇൻട്രാക്റ്റീവ് ആയിട്ട് കിട്ടും. സോ ഈ ഒരു കേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്, ഫ്രെയിം വർക്ക് ആൻഡ് ലൈബ്രറീസ്. ഫ്രെയിം വർക്ക്, ലൈബ്രറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ടൂൾസ് തന്നെയാണ്. ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്, ലൈബ്രറീസ് വരുന്നത്, അതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിയാക്ട്, ആംഗുലർ, Vue.js ഒക്കെ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ട്, ആംഗുലർ ആൻഡ് Vue.js ഹെൽപ്പ് ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ഡൈനാമിക് വെബ് ആപ്ലിക്കേഷൻ ഫാസ്റ്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തിനെയാണ് നമ്മൾ ഡൈനാമിക് വെബ് പേജസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെയുള്ള സൈറ്റുകളെ ഈസി ആക്കാനും ഫാസ്റ്റ് ആക്കാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ലൈബ്രറീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രെയിം വർക്ക് എന്നും ലൈബ്രറീസ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനാമിക് ആയിട്ട് വരുന്നത്, നമുക്ക് സ്റ്റാറ്റിക്കും ക്രിയേറ്റ് ചെയ്യാം, പക്ഷെ നമ്മൾ അത്
കൂടുതലായിട്ട് നമുക്ക് ഉപയോഗം വരുന്നത് ഡൈനാമിക് വെബ്സൈറ്റിൻ്റെ കേസിലാണ്. ആ സൈറ്റുകളെ നമുക്ക് ഈസി ആക്കാനും ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ ലൈബ്രറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് ആയിട്ടുള്ള റിയാക്റ്റോ ആംഗുലറോ വ്യൂ.js ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഡൈനാമിക് ആയിട്ട് ഡാറ്റാസും കണ്ടൻറ്റും ഒക്കെ പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ, ഫാസ്റ്റായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് പറ്റും. ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ വെബ്സൈറ്റുകളെ ലോഡിങ് സ്പീഡാക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ലോഡിങ് കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന ഈ ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്തിൽ വരുന്നത്? ഫ്രണ്ട് ആൻഡ് വെബ് ടെക്നോളജീസിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസാണ് എന്തെന്ന് പറയുന്നത്? ബാക്ക് എൻഡ് വരുന്നത്. ബാക്ക് ആൻഡ് ടെക്നോളജീസ്. ഈ ബാക്ക് ആൻഡ് ടെക്നോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ് ആയിട്ട് പോകുന്നത്? ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലയൻറ്റ് സൈഡാണ്. നേരെ മറിച്ച് ബാക്ക് എൻഡ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? സെർവർ സൈഡ് ലാംഗ്വേജസ് ആണ് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ബാക്ക് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു സെർവർ സൈഡ് ലാംഗ്വേജസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ മെയിനായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്ക് എൻഡ് ലാംഗ്വേജസ് ആണ് Node.js, PHP, Python, Ruby എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എന്താണ്? നമ്മൾ ബാക്ക് എൻഡിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാംഗ്വേജസ്. ഇവ എന്തൊക്കെയാണ് ചെയ്യുക? നമ്മളിപ്പോൾ ബാക്ക് എൻഡിൽ, ഫ്രണ്ട് എൻഡിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ ബാക്ക് എൻഡ് ലാംഗ്വേജസ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ലോജിക് പരമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഓതൻറ്റിക്കേഷന് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ലോജിക് പരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ബാക്ക് എൻഡ് ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാസിനെ നമ്മൾ സ്റ്റോർ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തൊക്കെ നമ്മൾ കയറുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അത് ലോഗൗട്ട് ചെയ്ത് പിന്നെ നമ്മൾ കയറുന്ന ടൈമിൽ, ലോഗിൻ ചെയ്ത് കയറുന്ന ടൈമിൽ നമ്മൾ ആ രജിസ്റ്റർ ചെയ്തിരുന്ന യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മൾ പിന്നെ കയറുന്നത്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ വീണ്ടും നമ്മൾ അതിലേക്ക് ഓപ്പൺ ചെയ്ത് കയറുന്ന ടൈമിൽ നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ ഫസ്റ്റ് ടൈം അത് ലോഗിൻ ചെയ്യുമ്പോൾ, രജിസ്റ്റർ ചെയ്യുമ്പം തന്നെ എന്ത് നടക്കും? ആ ഡാറ്റാസ് എല്ലാം കൂടെ നമ്മുടെ ഡാറ്റാബേസിൽ സ്റ്റോർ ആവും. ഓക്കെ, ആ ഡാറ്റാസ് എല്ലാം കൂടെ എന്ത് ചെയ്യും? നേരെ പോയിട്ട് നമ്മുടെ ഡാറ്റാബേസിൽ സ്റ്റോർ ആവും. പിന്നെ ആ ഒരാൾ വന്നിട്ട്, ആ ഒരു യൂസർ വന്നിട്ട് അവരുടെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുന്ന ടൈമിൽ അവിടെ എന്താ നടക്കുന്നത്? ഈ ഡാറ്റ അവിടെ ബാക്കെൻഡിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാബേസിൽ പോയിട്ട് നോക്കും, ഇങ്ങനെ ഒരാൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണോ എന്ന്. രജിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതെന്തുണ്ട്? ഡാറ്റാബേസിൽ ആ ഡാറ്റാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കാണിക്കും? ഈ ഡാറ്റാസ് അവിടെ ഉണ്ടോ നോക്കും. എന്നിട്ട് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പറ്റും. അങ്ങനെയല്ലേ നമ്മളിപ്പോൾ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊക്കെ ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? നമ്മുടെ ബാക്ക് ആൻഡ് ലാംഗ്വേജസ് ആയിട്ടുള്ള Node.js, PHP, Python ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഡാറ്റാബേസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഈ ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാറ്റാബേസ് സ്റ്റോർ ദി ഇൻഫോർമേഷൻ ദാറ്റ് വെബ്സൈറ്റ് നീഡ്. നമ്മുടെ വെബ്സൈറ്റിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് SQL, NoSQL എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ വെബ് ടെക്നോളജീസ് ബാക്ക് ആൻഡ് വെബ് ടെക്നോളജീസിൽ വരുന്നതാണ്. ഒന്നെന്ന് പറഞ്ഞത് നമ്മൾ എന്ത് പറഞ്ഞു? നമ്മുടെ ഓതൻറ്റിക്കേഷനും ലോജിക് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ലാംഗ്വേജസ് Node.js, PHP ഒക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഈ ഡാറ്റാസിനൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യണം. നമ്മൾ കൊടുക്കുന്ന ലോഗിൻ രജിസ്റ്റർ ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഡാറ്റേനെ അവിടെ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്ത് വെക്കണം. ഓൾറെഡി ഉള്ള ഡാറ്റാസിനെ സ്റ്റോർ ചെയ്തിട്ട് വേണം നമുക്ക് എടുത്ത് കാണിക്കാനൊക്കെ. അപ്പോൾ ആ ഒരു കേസിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് എന്തെന്ന് പറയുന്നത്? ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അത് SQL വരുന്നുണ്ട്, NoSQL വരുന്നുണ്ട്.